പിന്നില്ലേ ചുറ്റും ഒരുപാട് പേരുണ്ടായിട്ടും നമ്മളിങ്ങനെ ഒറ്റപ്പെട്ടു പോകുന്ന ചില അവസ്ഥകളുണ്ട്. പ്രശസ്ത നടന് റോബിൻ വില്യംസ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഏറ്റവും വലിയ വേദന അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും മോശമായ അവസ്ഥ എന്ന് പറയുന്നത് നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്നതല്ല, മറിച്ച് നമ്മൾ ഒറ്റയ്ക്കാണെന്ന് തോന്നിപ്പിക്കുന്ന മനുഷ്യരുടെ കൂടെ കഴിയുന്നതാണ് എന്ന്. നിങ്ങളുടെ ലൈഫിൽ കാണില്ലേ, ഫ്രണ്ട്സായിട്ടും ഫാമിലി ആയിട്ടും ഒക്കെ ഒരുപാട് പേര് ഇല്ലേ? പക്ഷേ ഈ ഒരുപാട് പേരിൽ നിന്ന് നിങ്ങളുടെ വേദനകൾ മനസ്സിലാക്കുന്ന, നിങ്ങളെ മനസ്സിലാക്കുന്ന എത്ര പേരുണ്ട്? ഞാനീ പറയുന്ന കേൾക്കുന്ന ചില ആളുകൾക്ക് ആരും തന്നെ കാണണം എന്നില്ല. അതായത് ഉള്ളിലൊരു എംപ്റ്റിനെസ് ഫീൽ ചെയ്യുന്ന ഒരവസ്ഥ. നിങ്ങൾക്ക് വാട്സപ്പിലും ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും അല്ലാണ്ടുമൊക്കെ മെസ്സേജ് അയക്കാനും ഇമോജീസ് അയക്കാനും റീൽസ് ഷെയർ ചെയ്യാനും ഒക്കെ ഒരുപാട് പേരുണ്ടാവും. പക്ഷെ നിങ്ങൾക്കൊരു പ്രോബ്ലം വരുമ്പോൾ, നിങ്ങൾക്കൊരു സങ്കടം വരുമ്പോൾ ഓടിച്ചെല്ലാൻ പാകത്തിന് ഒരാൾ നിങ്ങളുടെ ലൈഫിലുണ്ടോ എന്ന് ചിന്തിച്ചു നോക്കുക. പലരും വിചാരിക്കും ലോൺലിനെസ് എന്ന് പറയുന്നത് ആരും കൂടെ ഇല്ലാത്ത ഒരവസ്ഥയാണ് എന്ന്. എന്നാൽ അങ്ങനെയല്ല. ചുറ്റിലും ഒരുപാട് ആളുകൾ ഉണ്ടായിട്ടും നിങ്ങളെ അറിയുന്നില്ല, കേൾക്കുന്നില്ല എന്നൊരവസ്ഥ. അതാണ് ശരിക്കും പറഞ്ഞാൽ ലോൺലിനെസ് എന്ന് പറയുന്നത്. ഈ ഒരു അവസ്ഥയ്ക്കാണ് സൈക്കോളജിയിൽ ഇമോഷണൽ ഐസൊലേഷൻ എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും ഉണ്ടല്ലോ വളരെ തിരക്കുള്ള ഒരു ജീവിതശൈലിയിലാണ് ജീവിച്ചു പോകുന്നത്. പലരുമായിട്ട് സംസാരിക്കുന്നുണ്ട്, ദിവസം ഒരുപാട് പേരെ കാണുന്നുണ്ട്. പക്ഷെ വൈകാരികമായിട്ട് നമ്മൾ വല്ലാതെ ഡിസ്കണക്റ്റഡ് ആയിട്ട് ജീവിക്കുന്ന ഒരവസ്ഥയാണത്. USA ജനറലിൻ്റെ റിപ്പോർട്ടുകൾ പറയുന്നത് ഈ ഒരു മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ഇത്തരം ഒറ്റപ്പെടലുകൾ നമ്മുടെ മാനസിക ആരോഗ്യത്തെയും ഒരു മനുഷ്യൻ്റെ പ്രൊഡക്ടിവിറ്റിയെയും വല്ലാതെ ബാധിക്കും എന്നാണ്. നിങ്ങൾ ആ ഒരു അവസ്ഥയിലൂടെയാണോ കടന്നു പോകുന്നത് എന്ന് സ്വയം ചിന്തിക്കുക. ഉള്ളിലൊരു എംപ്റ്റിനെസ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, എല്ലാവരും കൂടെ ഉണ്ടായിട്ടും എനിക്കാരുമില്ല എന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ടെങ്കിൽ, നിങ്ങളുടെ ഉള്ളിലെ നിങ്ങളെ മനസ്സിലാക്കാൻ വേറെ ആർക്കും കഴിയുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരാൾ നിങ്ങൾക്കില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, അതായത് ഇമോഷണലി ഫ്ലാറ്റായ ഒരവസ്ഥയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ, ഒരുപാട് ബഹളങ്ങളിൽ അല്ലെങ്കിൽ ഒരുപാട് ആളുകൾക്കിടയിൽ നിൽക്കുമ്പോഴും നിങ്ങൾ തനിച്ചാണെന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്കുണ്ടെങ്കിൽ, അത് ഗൗരവമായി കാണേണ്ട ഒന്ന് തന്നെയാണ്. ദിസ് ഈസ് ദ റൈറ്റ് ടൈം ഫോർ ഗോ ടു സീക്ക് സപ്പോർട്ട്.